നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു പത്രവാർത്ത കണ്ടു. കൊടവയറിൽ പൊണ്ണത്തടിയിൽ തിരുവനന്തപുരത്തെ സ്ത്രീകൾ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പത്രവാർത്ത കണ്ടു. അപ്പോൾ തുടങ്ങി ഞാൻ വിചാരിക്കുന്നതാണ് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത്. സ്ത്രീകൾക്ക് പൊതുവേ പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ അടിവയറ് ചാടുകയും അവർക്ക് പ്രസവാനന്തര ശുശ്രൂഷയും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ വണ്ണം കൂടുകയും ചെയ്യുന്നത് സാധാരണമാണ്. പുതിയ ജനറേഷനിലെ പെൺകുട്ടികളൊക്കെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് അതൊക്കെ കുറയ്ക്കുകയും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. എങ്കിലും കണക്കനുസരിച്ച് 30% സ്ത്രീകളും ദുർമേധസ്സുള്ളവരാണ്. അപ്പോൾ ഈ ദുർമേധസ് ഒരു പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെണ്ണുങ്ങളും സ്ത്രീകളുടെ വീട്ടിലുള്ളവരും പിന്നെ നമ്മൾ ഡോക്ടർമാർ വരെയും ആരോഗ്യ മേഖലയിലുള്ളവർ വരെയും അത് ഒരു സാധാരണ കാര്യം എന്നതുപോലെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഡോക്ടർമാർക്കും അത്രയധികം ഓരോ പ്രാവശ്യം രോഗി വരുമ്പോഴും അവരോട് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള സമയം ലഭിക്കാറില്ല. അപ്പോൾ സ്ത്രീകൾ അമിതവണ്ണം വെക്കുന്നത് അവർക്ക് അപകടകരമാണോ? തീർച്ചയായിട്ടും അപകടകരം തന്നെയാണ്. നമുക്ക് അമിതവണ്ണം ആർക്ക് വന്നാലും അവർക്ക് ഡയബറ്റിസ്, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ കൂടുതലാകാനുള്ള സാധ്യത വളരെയധികമാണ്. പക്ഷേ അതിലും ഉപരി അത് എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷനും വരുന്ന പ്രശ്നമാണ്. പക്ഷേ സ്ത്രീകൾക്ക് അമിതവണ്ണം വെക്കുന്നത് കൊണ്ട് ഇതിൽ കൂടുതൽ എന്താണ് പ്രശ്നങ്ങൾ? ഒന്ന്, ക്യാൻസർ എന്ന മഹാമാരി. സ്ത്രീകൾക്ക് വരുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറാണ് മാറിടത്തിലെ ക്യാൻസർ അഥവാ ബ്രസ്റ്റ് ക്യാൻസർ. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വരാവുന്ന കഷ്ടപ്പാടിനെ പറ്റി നിങ്ങൾക്കെല്ലാം തന്നെ അറിയാമായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജ് കുറച്ച് കൂടിയതാണെങ്കിൽ ആ വശത്തെ മാറിടം തന്നെ എടുത്തു കളയേണ്ടി വരും. അതെടുത്ത് കളയുകയും നമ്മളുടെ കക്ഷത്തെ കഴലകളും എടുത്തു കളയണം. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ നീര് വരും, കയ്യിൽ വേദന വരും. പിന്നെ ഒരു സൈഡിലെ മാറിടം പോയി കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക വ്യഥ, അത് കഴിഞ്ഞിട്ടുള്ള റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, ഇതൊക്കെ ആലോചിക്കുമ്പോൾ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ അമിതമായ വണ്ണം കൊണ്ട് ഏറ്റവും വലിയ അപകടം ഈ ക്യാൻസർ ബ്രസ്റ്റ് അഥവാ മാറിടത്തിലെ ക്യാൻസറിനാണ്. മാറിടത്തിലെ ക്യാൻസർ, അണ്ഡാശയത്തിലെ ക്യാൻസർ, അതുപോലെ ഗർഭാശയത്തിൻ്റെ അകത്തെ ലൈൻ ആ ഒരു പാടയിലെ ക്യാൻസർ, ഇതെല്ലാം തന്നെ അമിതവണ്ണവുമായിട്ട് ബന്ധമുണ്ട്. ഗർഭാശയത്തിലെ ക്യാൻസറിൻ്റെ സാധ്യത അമിതവണ്ണം കൊണ്ട് 3 ഇരട്ടിയാണ് കൂടുന്നത്. അപ്പോൾ ഈ വക ക്യാൻസറുകളെല്ലാം ഈ ദുർമേധസ് കൊണ്ട് വരാം എന്നിരിക്കെ അത് തന്നെ ഒരു കാരണമാണ് നമ്മളുടെ വണ്ണം അത് തന്നെ ഒരു പ്രചോദനമായിരിക്കണം നമ്മളുടെ വണ്ണം കുറയ്ക്കുന്നതിനെ പറ്റി. നമുക്ക് എന്തുമാത്രം വണ്ണമാകാം? ഒരാളുടെ പൊക്കത്തിന് ഒത്ത വണ്ണം. ഇപ്പോൾ 160 സെൻറ്റിമീറ്റർ ആണ് ഒരു സ്ത്രീയുടെ പൊക്കമെങ്കിൽ അതിൽ നിന്ന് 105 കുറച്ചാൽ എന്ത് കിട്ടുമോ അതായിരിക്കും അവരുടെ കൃത്യമായ വണ്ണം. 160 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 55 തുടങ്ങി 60 കിലോ വരെ ആകാം. അപ്പോൾ 60 കിലോ ഏറ്റവും കൂടാവുന്ന വെയിറ്റാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ വെയിറ്റ് ഒരു 6 മാസം കൂടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. വണ്ണം കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറയ്ക്കാനുള്ള മാർഗം തേടണം. പലപ്പോഴും നമ്മളോട് സ്ത്രീകൾ ചോദിക്കാറുണ്ട്, മാഡം ഒരു ഗുളിക എഴുതി തരാവോ ഈ വണ്ണം കുറയ്ക്കാൻ? അപ്പം ഞാൻ പറയും, അത്ര എളുപ്പമല്ല ഈ വണ്ണം കുറയ്ക്കുന്നത്. വണ്ണം വെക്കുന്നത് വളരെ എളുപ്പമാണ്. ഒരു മാസം നല്ലപോലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 കിലോ കൂടും. പക്ഷേ ആഹാരം നിയന്ത്രിച്ചത് കൊണ്ട് മാത്രം ഇതേ വേഗത്തിൽ വണ്ണം കുറയുകയില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്ത്രീകളിൽ പലർക്കും 30-35 കിലോ കൂടുതൽ വെയിറ്റുമായിട്ടാണ് വരുന്നത്. ഈ ക്യാൻസർ അല്ലാതെ തന്നെ ഈ വണ്ണമുള്ള സ്ത്രീകളിൽ ആരെങ്കിലും ഗർഭിണികളായി കഴിഞ്ഞാൽ അവർക്ക് ഗർഭസമയത്ത് പ്രമേഹം വരാം, അവർക്ക് പ്രഷർ കൂടാം, അവരുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയാം. പിന്നെ ഗർഭകാലം കഴിയുമ്പോൾ കാലിലൊക്കെ രക്തം കട്ട പിടിച്ച് പൾമനറി എംബോളിസം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവഹാനി വരെ വരുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴോ
കാൽമുട്ട് വേദന തുടങ്ങും, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങും. അതിനു മുമ്പേ മാസക്കുളിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താം. മാസക്കുളിയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അളവ് കൂടുന്നവർക്കാണ് ഈ ഗർഭപാത്രത്തിൻ്റെ ആന്തരിക അവയവത്തിൽ, അതായത് ആന്തരിക പാടയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത. അപ്പോൾ ഇത് കുറയ്ക്കാൻ എന്താണ് മാർഗം? കുറയ്ക്കാൻ ചിട്ടയായ ജീവിതം തന്നെ വേണം. വീട്ടമ്മമാരാണെങ്കിലും പുറത്തു പോകാത്തവരാണെങ്കിലും ദിവസം 40 മിനിറ്റ് ദ്രുതഗതിയിൽ നടക്കുകയോ ഓടുകയോ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ വണ്ണം എത്ര കൂടുതലാണോ അതനുസരിച്ച് ആഹാരം നിയന്ത്രിക്കുക. ഞാൻ ഒന്നുമേ കഴിക്കില്ല എന്ന് പല സ്ത്രീകളും നമ്മളോട് പറയും. നമ്മൾ വിശദമായി അവരുടെ ആഹാരം നോക്കുമ്പോഴാണ് രാവിലെ ഒരു ചായയെ കുടിക്കുകയുള്ളൂ, ഞാൻ ദോശ കഴിക്കില്ല, പക്ഷേ വൈകുന്നേരം 4 മണിക്ക് 3 ഏത്തക്കാപ്പം കഴിക്കും, അല്ലെങ്കിൽ 3 വട കഴിക്കും. അപ്പം നമുക്ക് ആ ഒരു ബോധമില്ല. എണ്ണയിൽ പൊരിച്ചത്, അല്ലെങ്കിൽ പർപ്പടകം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന തീയല്ല എണ്ണ, മെഴുക്കുവരട്ടിയിലെ എണ്ണ, ഇതിലെല്ലാം തന്നെ നമുക്ക് വണ്ണം കൂടുന്ന ഘടകങ്ങളുണ്ട്. ഞാൻ രാവിലെയും രാത്രിയും ഒന്നും കഴിക്കില്ല, ഉച്ചയ്ക്ക് ചോറും മരച്ചീനി എന്ന് പറയും. ഈ ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ്, അന്നജമാണ്. മരച്ചീനി അന്നജമാണ്. നമ്മളുടെ മണ്ണിന് താഴെ വളരുന്ന എല്ലാത്തരം കിഴങ്ങുകളിലും ധാരാളം അന്നജമുണ്ട്. ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതെല്ലാം കൊഴുപ്പായിട്ട് മാറും. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം വളരെ കുറയ്ക്കുക, നമ്മൾ വറുത്തതും പൊരിച്ചതും എണ്ണമയവും കുറയ്ക്കുക, പകരം പ്രോട്ടീൻസ് കൂട്ടുക. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ള, മീൻ, അധികം എണ്ണമയമില്ലാത്ത ഇറച്ചി, പിന്നെ വെജിറ്റേറിയൻസിലാണെങ്കിൽ പാട മാറ്റിയ പാല്, പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ, ചെറുപയർ, വൻപയർ, കടല, സോയ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ പ്രോട്ടീൻസാണ്. അതിൻ്റെ അളവ് കൂട്ടിയിട്ട് ചോറിൻ്റെ അളവ് കുറയ്ക്കുക, പച്ചക്കറികൾ കൂടുതൽ കൂട്ടുക, അത് വേവിക്കാത്ത പച്ചക്കറികളുടെ അളവ് കൂട്ടുക, വെള്ളം ധാരാളം കുടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വണ്ണം അനുസരിച്ച് രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ നടക്കുകയോ ഓടുകയോ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വണ്ണം കുറയുകയുള്ളൂ. എല്ലാവരും അവരവരുടെ വണ്ണം കുറച്ച് ക്യാൻസറിൽ നിന്നും ഡയബറ്റീസിൽ നിന്നും ഒക്കെ രക്ഷ നേടുക. നന്ദി, നമസ്കാരം.